സമസ്ത പ്രപഞ്ചത്തിലും ഏറ്റവും മഹത്തായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ആ ഒരു മഹത്വം അറിയാത്ത ആ ഒരു യങ്സ്റ്റേഴ്സും അതോടൊപ്പം തന്നെ നമ്മൾ ഫോളോ ചെയ്തു. ഓക്കെ, ഈ പറയുന്ന വിഡ്ഢികളായ ആൾക്കാരെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വിഡ്ഢികൾ ഈസിലി നമ്മളെ നശിപ്പിച്ചു. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ആയുസ് റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക് കിങ്ഡം ഇടപെട്ട് ഈ ഒരു സംഭവം കട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാവരും കുഴഞ്ഞുകൊണ്ട് മരിക്കും. ഓക്കെ, പ്രായഭേദമന്യേ കുഴഞ്ഞുകൊണ്ട് മരിക്കും. ഓക്കെ, ഈ പറയുന്ന 2020 അല്ലെങ്കിൽ 2015 മുതൽ അവരുടെ ആ പദ്ധതികളെല്ലാം എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാവരും സ്വാർത്ഥരാണ് അല്ലേ, സ്വന്തം കാര്യം മാത്രം. ഓക്കെ, അപ്പൊ ഞാനും സ്വാർത്ഥം തന്നെയാണ്. ഓക്കെ, ഞാനും വലിയ സ്വാർത്ഥായ്മ ഇല്ലാത്തൊരുത്തനല്ല, ഞാനൊരു സ്വാർത്ഥം തന്നെയാണ്. പക്ഷെ എന്റെ ഡ്രീം അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത പ്രപഞ്ചത്തിലും ലോകത്തിലെ എല്ലാവരുടെ പട്ടിണി അസുഖവും മാറണം. ഓക്കെ, ലോകത്തിലെ എല്ലാവരുടെ പട്ടിണി അസുഖം മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 800 കോടി ജനങ്ങളല്ല. ഓക്കെ, ജനങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പട്ടിണി അസുഖം എല്ലാം ഉണ്ടാക്കിയത്. ഓക്കെ, യാതൊരു പ്രതികരണശേഷിയില്ല, അടിമയായിട്ട് നിൽക്കുമ്പോൾ അടിമയായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതല്ല കാര്യം. ഈ പറയുന്ന സമസ്ത പ്രപഞ്ചം എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ചെറിയ പുഴു മുതൽ ഒരു പ്രാണി അല്ലെങ്കിൽ പരുന്ത്, ഈ പറയുന്ന ജീവജാലങ്ങൾ എല്ലാം, ഓക്കെ, കാട് മേട് ഇതെല്ലാം എനിക്ക് സംരക്ഷിക്കണം. ഓക്കെ, അപ്പോ അതാണ് എന്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിന്റെ ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിന് മുമ്പിൽ നിൽക്കുന്ന കുറച്ച് പാഴ്ത്തടികളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയാലും അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ച് മുള്ളുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു മുള്ളുകൾ എനിക്ക് എന്തായാലും പിഴുതുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഡെമോക്രസി, ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം, ഇതെല്ലാം അവരുടെ വെറും വേസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ഇതൊന്നും അല്ല ഫോളോ ചെയ്തുകൊണ്ട് വെച്ചത്. അപ്പൊ ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ യാതൊരു ധർമ്മമില്ല, സത്യമില്ല, ന്യായമില്ല, നീതിയില്ല, എല്ലാവരും കഷ്ടപ്പെടുന്നു അല്ലേ. വലിയ 4ാമത്തെ ലാർജസ്റ്റ് കൺട്രിയാണ്. വെറുതെ പേപ്പറിൽ സോഷ്യൽ മീഡിയയിൽ കാണാം. പക്ഷേ എല്ലാവരും 40-50 കോടി കുഞ്ഞുങ്ങളെല്ലാം പട്ടിണി അസുഖമില്ല എന്നാണ് ഞാൻ പറഞ്ഞില്ല. എന്റെ ബാഹു കാശി എല്ലാം ഞാൻ അവരായിട്ട് റിലേറ്റ് ചെയ്യും. ഓക്കെ, അതായത് എന്റെ ഒരു ദിവസം ഞാൻ എന്റെ ആഗ്രഹം വേറൊന്നുമല്ല, ഒരു ദിവസം കംപ്ലീറ്റ് എല്ലാവരുടെ പട്ടിണി അസുഖവും മാറിയിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ഉള്ള ഈ സിസ്റ്റം മാറ്റിയാൽ മാത്രമേ ഇത് മാറും. കാരണം നിങ്ങളെല്ലാം അകപ്പെട്ടിരിക്കുന്ന ആ ഒരു വലിയ കുഴിയിലാണ്. ആ ഒരു കുഴി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ എങ്ങനെ അതിൽ നിന്ന് കരകയറ്റാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ അതിനു മുമ്പിൽ നിൽക്കാൻ ആർക്കും ആ ഒരു ശക്തി ഉണ്ടാവില്ല. കാരണം സത്യവും ധർമ്മവും എല്ലാം എന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ എന്റെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, കാരണം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്റെ ഈ ജന്മം വെറുതെ ആയിപ്പോ. അപ്പൊ അതെനിക്ക് എന്തായാലും സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ഇവരെല്ലാവരും അല്ലേ ഭയങ്കര കഷ്ടപ്പെടാ അല്ലെ, മക്കൾ അമ്മേനെ തല്ലുന്നു, കൊല്ലുന്നു, ചാകുന്നു. അപ്പൊ ഈ സിസ്റ്റം എല്ലാം കട്ട് ചെയ്യണം. ഓക്കെ, അതായത് മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന മൃഗങ്ങളെ പോലെ, മൃഗങ്ങൾക്ക് അതൊന്നുമില്ല. ഓക്കെ, അച്ഛനുമില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, ജീവജാലങ്ങളില്ല, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം അല്ലെ, സ്വന്തം കാര്യം നോക്കണം. അപ്പൊ അത് വേണ്ട. ഓക്കെ, ഇനി ഭാവി തലമുറയും ഇതുവരെയുള്ള മൃഗങ്ങളെല്ലാം നമുക്ക് ശാസിക്കാം, ശിക്ഷിക്കാം, അതോടൊപ്പം തന്നെ അവരെ നല്ല രീതിയിൽ നടത്താം. ഈ സബ് കോൺഷ്യസ് ക്യാൻസർ എല്ലാം കട്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു, പിന്നെയാണോ സൊല്യൂഷൻ? അപ്പൊ അതിൽ ഈസിലി ചെയ്യാം. അപ്പൊ ഭാവി തലമുറ, ഓക്കെ, എന്റെ ബാഹു കാശി അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങള്, അപ്പൊ ഇവരെല്ലാം നശിപ്പിക്കാൻ നോക്കുന്ന അവരുടെ ആ ഒരു പദ്ധതിയും കട്ടാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു പ്രാചീനമായിട്ടുള്ള ആ ഒരു സംസ്കാരം അതിവിടെ കൊണ്ടുവരണം. ഓക്കെ, കാരണം അതിൽ തന്നെയാണ് എല്ലാവിധ സയൻസും എല്ലാവിധ ഹെൽത്തും എല്ലാവിധ സംരക്ഷണവും എല്ലാം ഒതുങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതെല്ലാം ഉടനെ കൊണ്ടുവരുന്നതാണ്.